സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയോൺസ് എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മാസ്റ്റർ സീരീസിന്റെ ഭാഗമായിട്ട് SSLCയിലെ മാത്സിൽ ചാപ്റ്റർ 9 ജ്യാമിതിയും ബീജഗണിതവും അഥവാ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ പാർട്ട് 3 വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ അംശബന്ധം അഥവാ റേഷ്യോ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്കായ മറ്റേ നാലാം മൂല കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പാർട്ട് 1ലും അതിനുശേഷം മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ടോപ്പിക്ക് നമ്മൾ പാർട്ട് 2ലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് ഈ ചാനലിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു പാർട്ട് 3ൽ നമ്മുടെ ഈ പാഠത്തിലെ മൂന്നാമത്തെ ടോപ്പിക്കായ അംശബന്ധം അഥവാ റേഷ്യോയിൽ കുറേ ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനോട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 1,6 1,6ഉം 7,9 എന്ന് പറഞ്ഞ രണ്ട് സൂചക സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സംഖ്യകളെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഈ ഒരു പോയിന്റിന്റെ വില നമുക്ക് ഒരു സൂചക സംഖ്യ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ x, y എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇത് മൊത്തം 3 യൂണിറ്റ് ആണ്. ഓക്കെ, ഇപ്പം ഇത് ഉദാഹരണത്തിന് ഈ ഒരു നമുക്കിപ്പോൾ ഇതിന് എ എന്ന് കൊടുക്കാം, ഇതിന് എ എന്നും ഇതിന് ബി എന്നും കൊടുത്താൽ എ ബി ഈ ഒരു നീളം 3 സെന്റിമീറ്റർ ആയാൽ ഈ ഒരു സി നമുക്ക് ഇവിടെ കൊടുത്താൽ എ സി എന്ന് പറയുന്നത് 1 സെന്റിമീറ്ററും ബി സി എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും ആയിരിക്കും. ഇതിപ്പം എ ബി എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ എ സി എന്ന് പറയുന്നത് 6/3 ചെയ്താൽ അത് 2 കിട്ടും. സോ ഇവിടെ 2 വരും. അതുപോലെ 6/3 × 2 ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 4 വരും. അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അത് ഞാൻ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾക്ക് ഇത് ഇവിടെയൊക്കെ പ്രയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു അംശബന്ധം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം എ ഉണ്ടല്ലേ. ഓക്കെ, എ ഉണ്ട്, അതുപോലെ സി ഉണ്ട്. ഈ എ സിയിലെ അംശബന്ധം 1ഉം ബി സിയിലെ അംശബന്ധം 2ഉമാണ്. മൊത്തം ടോട്ടൽ 3 ഉണ്ട്. ഇതിൽ 1:2 എന്നാണ് നമ്മൾ വെട്ടിമുറിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അംശബന്ധമാണ് കാണുന്നത്. അതിനുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ x1 ഉണ്ട്, അഥവാ 1 x1 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ആ ഒരു 1 നമ്മൾ ഇറക്കിയില്ല. നമുക്ക് x കണ്ടുപിടിക്കാനുള്ള ഈ ഒരു കോർഡിനേറ്റിലെ x കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റ് ആണ് x സമം ഇവിടുത്തെ x1 അഥവാ 1 പ്ലസ് അതിനുശേഷം ഇവിടുത്തെ x അക്ഷവും അതുപോലെ തന്നെ ഇവിടുത്തെ x അക്ഷവും തമ്മിലുള്ള വ്യത്യാസം അഥവാ അകലം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അകലം എത്രയാണെന്ന് ചോദിച്ചാൽ 1 ൽ നിന്ന് 7ലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ +6 ആണ്. സോ 1 + 6 ഇൻറ്റു ഇവിടുത്തെ നമ്മളിപ്പം ഇവിടുന്ന് ഇങ്ങോട്ടാണ്, എയിൽ നിന്ന് ബിയിലോട്ടാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സൂചക സംഖ്യ അതായത് x1 നമ്മൾ ഇത് എടുത്തുകൊണ്ട് നമ്മളിപ്പം അങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഈ ഒരു സൂചക സംഖ്യയിലെ x ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഇത് എഴുതുമ്പോൾ അംശബന്ധം എഴുതുമ്പോൾ എപ്പോഴും ഇവിടുത്തെ അംശബന്ധം മാത്രമേ എഴുതാവുള്ളൂ. ആരും 2 എഴുതി വെക്കരുത്, 1 മാത്രമേ എഴുതാവുള്ളൂ. എനിക്ക് 2 എഴുതി വെക്കാം. എപ്പോൾ ഫസ്റ്റത്തെ x1 നിങ്ങൾ ഇവിടുത്തെ x എടുത്താൽ x1 ആയിട്ട് ഈ ഒരു 7 എടുത്താൽ നിങ്ങൾക്ക് അംശബന്ധം 2 എഴുതാം. പക്ഷേ ഇവിടെ നമ്മളിപ്പം x1 ആയിട്ട് 1 എടുത്തുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു 1 മാത്രമേ അംശബന്ധമായിട്ട് ഇവിടെ എഴുതാവുള്ളൂ. താഴെ എന്നിട്ട് നിങ്ങൾ ഈ ഒരു അംശബന്ധം തമ്മിൽ കൂട്ടി എഴുതുക. 1 + 2 = 3. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 1 + 6/3 എന്ന് വരും. ഇത് രണ്ടും വെട്ടി പോകുമ്പോൾ 2 വരും. സോ ആൻസർ ഇവിടുത്തെ x എന്ന് പറയുന്നത് 3 ആണ്. y ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവം തന്നെ x ന് പകരം y ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു എന്താ പറയുക സമവാക്യം ആ ഒരു കൺസെപ്റ്റ് ചെയ്തതിന്റെ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കി വെക്കുക. എനിക്കറിയാം നിങ്ങളിപ്പോൾ ഞാൻ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായി കാണത്തില്ല. പക്ഷേ ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ നോക്കുക. ഈ ഒരു x കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x1 അതായത് നമ്മൾ നേരത്തെ 1 എടുത്തു. ഈ ഒരു 1 തന്നെ, ഈ ഒരു 1 ആണ് ഇവിടുത്തെ x1 എന്ന് പറയുന്നത്. സോ x1 + x2 - x1 ഈ ഇതിന്റെ അകലം അതാണ് നമ്മൾ നേരത്തെ 6 കിട്ടിയത്. ഈ ഒരു x2 ൽ നിന്ന് x1 കുറയ്ക്കുന്നത്, ഈ ഒരു x2 ൽ നിന്ന് x1 കുറച്ചപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത്. അങ്ങനെ x2 - x1 × m/m+n. m എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇങ്ങോട്ട് പോകുമ്പോൾ m ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് x1 ആയിട്ട് നിങ്ങൾ എടുത്താൽ ഇതായിരിക്കും വരുന്നത്. ഓക്കെ, ഇതായിരിക്കും മേലെ വരുന്നത്. n × n+m+n എന്ന് വരും. നിങ്ങൾക്ക് അത്രയ്ക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു സ്ഥലം മാത്രം എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. മറ്റേ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ മൈനസ് ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാട് വരും. അതുകൊണ്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഈ ഒരു y കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ x ന്റെ സ്ഥാനത്ത് y ഇട്ട് വെക്കുക. x1 y1 ആവും, x2 y2 ആവും. അങ്ങനെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും, m എടുക്കണോ n എടുക്കണോ. നിങ്ങൾ പഴയ പോലെ തന്നെ m എടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് y ചെയ്ത് നോക്കാം. y ചെയ്ത് നോക്കുമ്പോൾ y സമം നമുക്ക് ഫസ്റ്റ് കാണത്തില്ല. ഓക്കെ, y x1 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 + ഇത് തമ്മിലുള്ള അകലം 6 മുമ്പിലോട്ടുള്ള അകലം +3 ആണ്. സോ 6 + 3 ഇൻറ്റു ഇവിടുത്തെ 1 ആണ്. സോ 1/3 ഇത് വെട്ടിപ്പോവും. 3 വെട്ടിപ്പോകും 1. സോ 6 + 1 എന്ന് പറയുന്നത് 7 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3,7 ആണ്. ഓക്കെ, 3,7 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ അതായത് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും ഗുണിച്ച് ഹരിച്ച് എങ്ങനെയെങ്കിലും ഒരു ചോദ്യം പബ്ലിക് എക്സാമിന് കാണുന്നതാണ്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്ങനെ കിട്ടും ഇതിനുള്ള ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് 2 കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട്. 1,2 7,5. ഇതിന്റെ 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ കിട്ടിയ ഒരു പോയിന്റ് ആണ് ഇതൊക്കെ. നമുക്കപ്പം x ഉം y കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. x സമം x1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 1 ആണ്. 1 പ്ലസ് ഞാൻ ഇക്വേഷൻ എടുത്ത് എഴുതുന്നില്ല. നിങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇക്വേഷൻ കൂടെ എടുത്ത് എഴുതാൻ പോയാൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടത്തില്ല. സോ 1 +
ആൻഡ് നമുക്കിനി ഇത് രണ്ടും കൂടെ അകലം നോക്കണം. 1 7 പോകുമ്പോൾ 6 ആണ്. സോ 6 ഇൻറ്റു 2 നമുക്ക് ഇവിടുത്തെ അംശബന്ധം എടുക്കണം. 2 ആണ്. 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണ്. സോ 2/3. ഇനി നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം. 6 3 വെട്ടിക്കളയാം, നമുക്ക് 2 കിട്ടും. സോ 2, അതായത് 1 പ്ലസ് 4 സമം 5 കിട്ടും. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, ഈ ഒരു എക്സ് എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് ഇനി y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ ഇതുപോലെ എക്സിന് പകരം y ഇട്ട് കൊടുക്കുക. ഇവിടെ y എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 പ്ലസ് ഇവിടുത്തെ അകലം കാണുക. 2 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 ഇൻറ്റു 2/3. നമുക്ക് ഈ ഒരു 3 വെട്ടിക്കളയാം. ഈ 3 വെട്ടിക്കളഞ്ഞു. സോ ഇവിടെ ഒന്ന് വന്നു. സോ 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 5,4 ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം ചെയ്യാൻ നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ ഗൂഗിളിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. കിട്ടുന്നില്ല, എനിക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് മലയാളം മീഡിയം മാത്രമേ ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നുള്ളൂ. സോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ്. നമുക്കിപ്പോൾ ചോദ്യം ഒന്ന് വായിക്കാം. AB എന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ 3, 2, 8, 7 എന്നിവയാണ്. AB എന്ന വരയിൽ AP is to PB 2, 3 ആകുന്ന P എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. AB എന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ 3, 2, 8, 7 ആണ്. ഓക്കെ, 3, 2, 8, 7 ആണ്. അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് AP is to PB 2, 3 ആകുന്ന P എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണുക. AP is to PB, ഇത് എയും ഇതല്ലേ, യെസ്, ഇത് ബി, ഇത് നമുക്കിപ്പോൾ P കൊടുക്കാം. AP is to PB 2:3 ആകുന്നു. അത് 2:3 അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ഈ ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ, അതായത് P എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പ്രകാരം നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. x സമം ഇവിടുത്തെ x1 എന്ന് പറയുന്നത് 3 ആണ്. 3 പ്ലസ് അതിനുശേഷം ആ അകലം കാണുക. 3 നിന്ന് 8ലേക്കുള്ള അകലം എന്ന് പറയുന്നത് 5 ആണ്. സോ 3 പ്ലസ് 5 ഇൻറ്റു 2 3 കൂടെ കൂട്ടി 5 കിട്ടും. ഇവിടുത്തെ അംശബന്ധം അഥവാ m എന്ന് പറയുന്നത് 2 ആണ്. സോ 2/5. അപ്പം ഈ ഒരു 5 വെട്ടിപ്പോകും. ഇവിടെ ഒന്ന് വരും. സോ 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. അപ്പം എക്സ് കിട്ടി. ഇനി നമുക്ക് y നോക്കണം. y കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിന് പകരം y ഇട്ട് കൊടുക്കുക. y സമം ഇവിടുത്തെ y1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 പ്ലസ് എക്സും 2 നിന്ന് 7ലേക്കുള്ള അകലം 5 ആണ്. സോ പിന്നെ നമുക്ക് 5 കൊടുക്കാം. 5 2 പ്ലസ് 5 ഇൻറ്റു 2. പിന്നെ കംപ്ലീറ്റ് കിട്ടി ഗൈസ്. ഓക്കെ റെഡി. y സമം ഓക്കെ ഇത് മാറണം. ഓക്കെ, വേറൊരു സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, y സമം നമുക്ക് നോക്കുമ്പോൾ y സമം അതിൻ്റെ y1 എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു. 2 പ്ലസ് ഇത് അകലം എന്ന് പറഞ്ഞാൽ 7 നിന്ന് 2ലേക്കുള്ള അകലം 5. സോ 2 പ്ലസ് 5 ഇൻറ്റു അതിൻ്റെ അംശബന്ധം m എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നു. 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, നമുക്കിപ്പം ഈ ഒരു 5 വെട്ടിക്കളഞ്ഞു. ഈ ഒരു 5 വെട്ടിക്കളയുമ്പം നമുക്ക് 1 കിട്ടി. അതായത് 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ y എന്ന് പറയുന്നത് അവിടെ 4 ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ 5,4 ആണ്. 5,4 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ AQ is to QB 3:2 ആകുന്ന Q എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ കാണാൻ. അതായത് ഇവിടെ എയും ബിയും ഇതൊരു ക്യൂവും കൊടുത്താൽ AQ QB 3:2, അതായത് 3:2 അംശത്തിൽ വായിക്കുമ്പോൾ ഈ ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റേ ഇക്വേഷൻ ഫിറ്റ് ചെയ്യാം. x സമം x1 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 ഇവിടുന്ന് ഈ ഒരു 8ലേക്കുള്ള അകലം 5 ആണ്. സോ 3 പ്ലസ് 5 ഇൻറ്റു m എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 2 5 ആണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു 5 കൂട്ടി കളയാം. അപ്പോൾ ഇവിടെ ഒന്ന് കിട്ടും. സോ 3 പ്ലസ് 3 എന്ന് പറയുന്നത് 6 ആണ്. അതായത് x സമം നമുക്ക് 6 കിട്ടി. ഇനി നമുക്ക് y നോക്കാം. y എന്ന് പറയുന്നത് y1 ആണ്. y1 എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് 2 നിന്ന് 7ലേക്കുള്ള അകലം അത് 5 ആണ്. 2 പ്ലസ് 5 ഇൻറ്റു ഓക്കെ, നമ്മൾ തിരിച്ചു വന്നു. ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഈ ഒരു പ്രസന്റേഷൻ ചെറിയ രീതിയിൽ ഒരു പണി തന്നു. അതുകൊണ്ടാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നില്ല. അത് കുഴപ്പമില്ല. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. x സമം x1 പ്ലസ്
ഓ സോറി, ഇത് എഴുതണ്ടല്ലോ അല്ലേ, സോറി. എക്സ് സമയം എക്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 പ്ലസ് 3 നിന്ന് 8 അകലം 5 ആണ്. സോ 3 പ്ലസ് 5 ഇൻറ്റു 3/5 3 ഇവിടുന്ന് ഈ ഒരു 3 ആണ്. അപ്പം ഈ ഒരു 5 വെട്ടി പോകുന്നു, 5 വെട്ടി പോകുന്നു, 1 ആണ്. സോ 3 പ്ലസ് 3 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, 6 ആണ്. സോറി, എക്സ് എന്ന് പറയുന്നത് 6. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ ഇവിടുത്തെ y എന്ന് പറയുന്നത് 2 ആണ്. 2 നിന്ന് 7ലേക്കുള്ള അകലം 5 ആണ്. സോ 2 പ്ലസ് 5 ഇൻറ്റു 3/5 3/5 രണ്ട് നമുക്ക് പിന്നെ വിട്ടാം, 1 കിട്ടി. സോ 2 പ്ലസ് 5 2 പ്ലസ് 3 സമം 5. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 6,5 ആണ്. ഓക്കെ, 6,5 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അല്ല ഒരു ചോദ്യം ചെയ്യാം. ഓക്കെ, അല്ല ഒരു ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചോദ്യം കൂടെ ചെയ്താൽ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു എന്ന് പറയാൻ സാധിക്കില്ല, കാരണം കുറച്ചുകൂടെ ചോദ്യം ചെയ്ത് നോക്കുക. എനിക്ക് ചെയ്യാൻ തരാൻ പറ്റുന്ന മാക്സിമം ചോദ്യങ്ങൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സമയപരിമിതി മൂലം കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് ഇനി അല്ലാതെ കുറച്ചും കൂടെ വീഡിയോസ് വരാനുണ്ട്. എന്താ എല്ലാം ലാസ്റ്റ് ഒരു റിവിഷൻ രീതിയിൽ നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഒപ്പിക്കാണ്ട് ആ ഒരു വീഡിയോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വരുവാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് x1 എന്ന് പറയുന്നത് 4 ആണ്. സോ 4 പ്ലസ് 4ൽ നിന്ന് 10ലേക്കുള്ള ദൂരം, 4ൽ നിന്ന് 10ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പ്ലസ് 6 ആണ്. സോ 4 പ്ലസ് 6 അയ്യോ ഓക്കെ 4 പ്ലസ് 6 ഇൻറ്റു ഈ ഒരു 2 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 ആണ്. സമം ഈ ഒരു 3ഉം ഈ ഒരു 6ഉം കിട്ടിപ്പോയിട്ട് 2 വരും. സോ 4 പ്ലസ് 4 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, 4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. നമുക്ക് എക്സ് കിട്ടി, എക്സ് എന്ന് പറഞ്ഞപ്പോൾ 8 ആണ്. നമുക്ക് ഇനി y കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞാൽ 1 ആണ്. y1 1 ആണ്. 1 നിന്ന് 2ലേക്കുള്ള ദൂരം അത് പ്ലസ് 1 ആണ്. അപ്പം 1 പ്ലസ് 1 ഇൻറ്റു 2/3 2/3 ആണ്. അതായത് നമുക്ക് 1 പ്ലസ് 2/3 ആണ്. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ 1 2/3 എന്ന് എഴുതി അവസാനിപ്പിക്കുക. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 1 2/3 ആണ്. ഈ ഒരു 4,1ൻ്റെയും 10,2ൻ്റെയും 2:1 എന്ന രീതിയിൽ ഭാഗിച്ചാൽ x, y എന്ന് പറയുന്നത് 8, 1 2/3 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മൾ ഇതിനെ കുറച്ച് വിശദമായിട്ടുള്ള അപ്ഡേറ്റ് തരുന്നതായിരിക്കും. എന്നാൽ ഒരു ബീനിങ് എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ജനുവരി 1-ാം തീയതി നമുക്ക് IT-യുടെ എക്സാമിൻ്റെ വീഡിയോസ് ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്ന മറ്റ് ചാപ്റ്റേഴ്സ്, അതിൽ മെയിനായിട്ടും പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൽ ഏറ്റവും കൂടുതൽ വരുന്ന പേർക്ക് ടഫായി വരുന്ന ചാപ്റ്റേഴ്സാണ്, ഒരു ഭാഗമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. സോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും നമുക്ക് ഈ ചാനലിൽ വരുന്നതാണ്. അത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ പിന്നെ തരുന്നതായിരിക്കും. ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് കാണാൻ വേണ്ടി ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ തന്നെ നമുക്ക് ഹിന്ദിയുടെ ഗ്രാമർ, ഹിന്ദി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നമുക്ക് ഹിന്ദി ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും ഇംഗ്ലീഷ് ഉറപ്പാണ്. നമുക്ക് ഹിന്ദിയുടെ തീരുമാനമായിട്ടില്ല, ഹിന്ദി നമുക്ക് നോക്കാം. പിന്നെ IT-യുടെ വീഡിയോസ്, IT തിയറി വീഡിയോസ് നമുക്ക് വരുന്നതായിരിക്കും. പ്രാക്ടിക്കലി ചെയ്യാൻ നമുക്ക് സാങ്കേതിക വിദ്യ കൊണ്ട് സാധിക്കുന്നതല്ല. സോ IT-യുടെ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ബയോളജിയുടെ, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ സോഷ്യലിലെ വീഡിയോസ് നമ്മൾ പരമാവധി ഇറക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, കണക്കിൻ്റെ, മാത്സിൻ്റെ ഇതുപോലത്തെ വീഡിയോസ്, മാസ്റ്റർ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. അതിൻ്റെ നമ്മൾ ഈ ഒരു 9ാം പാഠം തീർത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പാഠം തൊട്ട് സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമാറ്റിക്സ് യൂസ് എന്ന് പറഞ്ഞ പാഠം തൊട്ട് നമ്മൾ തുടങ്ങും. അതിനുശേഷം ഇങ്ങനെ വന്നിട്ട് 8ാം പാഠത്തിന് ശേഷം 9ാം പാഠം നമ്മൾ എടുക്കുന്നില്ല, കാരണം ഇപ്പോൾ എടുത്തു കഴിഞ്ഞാണ്. അതിനുശേഷം നമ്മൾ നേരെ 10ാം പാഠത്തിലേക്ക് പോകുന്നു. 10ാം പാഠം 11ാം പാഠം കഴിഞ്ഞതിന് ശേഷം ഒരു റിവിഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കാണാത്ത പുതിയ ക്വസ്റ്റ്യൻസും അതുപോലെ PYQ ഡിസ്കഷൻസും നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, PYQ നമ്മൾ കഴിഞ്ഞ വർഷത്തിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. പക്ഷേ അത് ചെയ്തിട്ട് കാര്യമെന്നൊക്കെയാണ് കേൾക്കുന്നത്, കാരണം പാറ്റേൺ ഒക്കെ മാറുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻ ഞാൻ തരുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ, ഹിന്ദിയുടെ, IT-യുടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്തൊരു പുതിയ വീഡിയോ എപ്പോഴെങ്കിലും കാണുന്നവരെ ബൈ.